നല്ല വലിപ്പമുള്ള ബീൻസ് കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ട്, തിക്കായിട്ടുള്ള തൊണ്ടുകട്ടി കുറവുണ്ട്, വളരെ കുറവാണ്, തൊണ്ടുകട്ടി വളരെ കുറവ്. അതുപോലെ തന്നെ തിക്കായിട്ടുള്ള ബീൻസ് ഏകദേശം ഇതൊരു 350 ഗ്രാമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ വർഷം പരിചയപ്പെടുന്നത് കൊക്കോയുടെ ഒരു പുതിയ വെറൈറ്റിയാണ് DN1. ഈ DN1ൻ്റെ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീൻറ്റുവാറിൻ്റെ വലിപ്പമുള്ള ചെടികളാണ് ഇത്. 3 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങിയും നല്ല ബോൾഡായിട്ടുള്ള പരിപ്പുകളും ലഭിക്കുന്ന ഇനമാണ് സീൻറ്റുവാർ. നമ്മുടെ വേറൊരു വെറൈറ്റി ചന്ദന തൈകളാണ്. 2 വർഷം പ്രായമായ 2 അടി ഹൈറ്റുള്ള തൈകൾ വെറും 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തു വരുന്നത്. N80, N80 ഇനത്തിൽപ്പെട്ട തൈകളാണ്, ജാതി തൈകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം തൈകൾ നമുക്ക് ഒരാൾ മുകളിൽ പൊക്കമുണ്ട്. ഇത്തരം തൈകൾ നമുക്ക് ആവശ്യക്കാർക്ക് കേരളത്തിലെവിടെയും ഡെലിവറി ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള ഇത്തരം തൈകൾക്ക് DN1ൻ്റെ തൈകൾക്ക് നമുക്ക് 30 രൂപയാണ്, നമ്മൾ വെറും 30 രൂപയ്ക്കാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ കുരുമുളക് ഫാമാണ്. ഈ നമുക്ക് നല്ല ആവശ്യക്കാരുള്ള വെറൈറ്റികൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂമ്പങ്കൽ, കൈരളി, അതുപോലെ തന്നെ വിജയ്, ഏറ്റവും ISR ഇറക്കിയിരിക്കുന്ന ചന്ദ്ര ഉൾപ്പെടെ നമുക്ക് നെസ്റ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. ഈ വർഷത്തെ ഒരു പുതിയൊരു ഐറ്റം നാം ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന ഗ്രാമ്പൂവിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് സാൻസിവാർ. സാൻസിവാർ എന്ന രാജ്യത്ത് നിന്ന് വന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് 2.5 വർഷം മുതൽ കായ്ച്ചു തുടങ്ങുന്നു. ആവറേജ് 80 കാ 1 കിലോയും അതുപോലെ തന്നെ പത്രി 3 ഗ്രാം വരുന്നതും ആയ വെറൈറ്റിയാണ് N80 വെറൈറ്റി എന്ന് പറയുന്നത്. ആ ഇനത്തിൽ തന്നെ ഒരു 10-15ഓളം വെറൈറ്റികൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. എൻ്റെ പേര് നൗഷാദ് BS. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് പനക്കത്തുള്ളി സ്പൈസസ് ഗാർഡൻ, മുരിക്കാശ്ശേരി എന്നാണ്. നമുക്ക് ബ്രാഞ്ചുകളുള്ളത് രാജാക്കാട്, അതുപോലെ തന്നെ അടിമാലി, 16 കണ്ടം, മുരിക്കാശ്ശേരി, മൂങ്ങാപ്പാറ, ഇങ്ങനെ 4 ബ്രാഞ്ചുകളാണ് നമുക്കുള്ളത്. നമുക്ക് ഡെലിവറി സൗകര്യം നമുക്ക് ലഭ്യമാണ്. നമുക്ക് ഓർഡർ തരുന്ന ഐറ്റംസ് നമുക്ക് കേരളത്തിൽ അങ്ങോളം ഹൈവേകളിൽ നമുക്ക് നിങ്ങൾക്ക് എത്തിച്ച് തരേണ്ടടുത്ത് നമ്മൾ എത്തിച്ചു തരുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കൊക്കോയെക്കുറിച്ചാണ്. കൊക്കോയുടെ ഏറ്റവും പുതിയ വെറൈറ്റി DN1നെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ജാതി ഐറ്റംസ് പുതിയതായിട്ട് നമ്മുടെ നേഴ്സിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ജാതി ഐറ്റംസിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെയുള്ള പിന്നെ മരത്തിലുള്ള പയ്യാനി, മലവേപ്പ്, പുതിയ ഇനം ഫലവൃക്ഷത്തൈകൾ എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിന്ന് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ N8ൽ ബഡ് ചെയ്ത, കാട്ടുജാതിയിൽ ബഡ് ചെയ്ത 2 സ്റ്റെപ്പ് തൈകൾ, അങ്ങനെ ഒറ്റ സ്റ്റെപ്പ് തൈകളൊക്കെയാണ് കാണുന്നത്. നമുക്ക് ഒറ്റ സ്റ്റെപ്പ് തൈകൾക്ക് വരുന്നത് 350 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. N8ൽ ബഡ് ചെയ്ത, കാട്ടുജാതിയിൽ ബഡ് ചെയ്ത തൈകൾ 350 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 3 സ്റ്റെപ്പ് തൈകൾ 750 രൂപ അങ്ങനെ വരുന്നു. കാട്ടുജാതിയിലും നാട്ടുജാതിയിലും ബഡ് ചെയ്ത വിവിധ വലുപ്പത്തിലുള്ള തൈകൾ നമുക്ക് നേഴ്സിൽ ലഭ്യമാണ്. മംഗോ വെറൈറ്റിയുടെ ബഡ് തൈകളാണ് ഈ കാണുന്നത്. മംഗോ വെറൈറ്റിയുടെ 1 വർഷം പ്രായമായ ബഡ് തൈകളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ തൈകൾക്ക് നമുക്ക് 150 രൂപയാണ് വരുന്നത്. നമ്മുടെ വേറൊരു വെറൈറ്റി ചന്ദന തൈകളാണ്. 2 വർഷം പ്രായമായ 2 അടി ഹൈറ്റുള്ള തൈകൾ വെറും 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തു വരുന്നത്. ഈ തൈകൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തഴച്ചു വളരുകയും അതുപോലെ തന്നെ ഒരു 15 വർഷം കൊണ്ട് നമുക്ക് ആദായത്തിലേക്ക് വരുന്ന ഒരു ടൈപ്പ് തൈകളാണ് ഈ ചന്ദന തൈകൾ. കൂടാതെ നമുക്ക് C&R കാപ്പി തൈകളാണ് ഈ കാണുന്നത്. C&Rൻ്റെ വലിപ്പമുള്ള ചെടികളാണ് ഇത്. 3 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങിയും നല്ല ബോൾഡായിട്ടുള്ള പരിപ്പുകളും ലഭിക്കുന്ന ഇനമാണ് C&R. പിന്നെ ഏലത്തൈകൾ കൂടിൽ പായിരിക്കുന്നതാണ്. നമ്മൾ ഞെല്ലാനിയുടെ വെറൈറ്റി നമ്മൾ അതിൻ്റെ വിത്ത് മുളപ്പിച്ച തൈകളാണ് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ പാകത്തിന്. സാധാരണ തട്ടയൊക്കെ വലിപ്പം വരും. ഇതാണ് ചെറിയ തൈകൾ, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ എളുപ്പത്തിന് തയ്യാറാക്കിയ തൈകളാണ് ഞെല്ലാനിയുടെ ഏലത്തട്ടകൾ. ഇത് നമ്മൾ അവക്കാഡോ തൈകളുടെ മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഹൈ റേഞ്ചിലാകുമ്പോൾ ട്രോപ്പിക്കൽ ഒന്നും പ്രശ്നം, എല്ലാ തൈകളും കായ്ക്കും. പക്ഷേ ലോ റേഞ്ചിലേക്ക് നമുക്ക് ട്രോപ്പിക്കൽ വെറൈറ്റി മാത്രമേ കായ്ക്കുകയുള്ളൂ. അതിൻ്റെ ഹാസ് വെറൈറ്റി ഉണ്ട്, പുള്ളോക്ക് വെറൈറ്റി ഒക്കെ ഉണ്ട്. ഹാസ് വെറൈറ്റി നമുക്ക് ലോ റേഞ്ച് ഭാഗത്ത് കായ്ക്കത്തില്ല. നമുക്ക് പുള്ളോക്ക് വെറൈറ്റി ആണെങ്കിൽ ലോ റേഞ്ച് ഭാഗത്ത് കായ്ക്കുന്നതാണ്. ഈ കാണുന്നത് നമ്മുടെ N80 വെറൈറ്റിയിൽപ്പെട്ട ജാതികളാണ്. നമുക്ക് എല്ലാ വർഷത്തെയും പോലെ പുതിയ വെറൈറ്റികളാണ് ആൾക്കാർ എപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഏത് ബിസിനസ്സും എന്ന പോലെ പുതിയ കൃഷി മെറ്റീരിയൽസ് കണ്ടെത്തുക എന്നുള്ളതാണ് നേഴ്സറിക്കാരൻ്റെ ഒരു ഉത്തരവാദിത്വം. അതനുസരിച്ച് ഞങ്ങൾ എല്ലാ വർഷവും പുതിയ വെറൈറ്റികൾ കണ്ടെത്തുകയും അത് ബൾക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗുണനിലവാരമുള്ള ഐറ്റങ്ങൾ എല്ലാ വർഷവും നമ്മൾ കണ്ടെത്തുകയും ആ രീതിയിൽ നമ്മൾ കർഷകർക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കും. അതനുസരിച്ച് നമ്മൾ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ N80 വെറൈറ്റി പെട്ട ജാതികളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ N50 ഇനങ്ങളാണ് ഈ സൈഡിൽ കാണുന്നത്. അതിൻ്റെ ബാക്കി സൈഡിലായിട്ട് നമുക്ക് N100 5G, ഈ 3 വെറൈറ്റിയുള്ള ജാതികളാണ് നേഴ്സറിൽ നമ്മുടെ എപ്പോഴും ഉള്ളത്. N80 വെറൈറ്റി പെട്ട ജാതികളിൽ തന്നെ പല ഇനങ്ങളുമുണ്ട്. ആവറേജ് 80 കാ 1 കിലോയും അതുപോലെ തന്നെ പത്രി 3 ഗ്രാം വരുന്നതും ആയ വെറൈറ്റിയാണ് N80 വെറൈറ്റി എന്ന് പറയുന്നത്. ആ ഇനത്തിൽ തന്നെ ഒരു 10-15ഓളം വെറൈറ്റികൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതുപോലെ തന്നെ N50
4G എന്ന് പറഞ്ഞ 50 കായ 1 കിലോ. അതുപോലെ തന്നെ ഒരു പത്രി, ഒരു കായയുടെ പത്രി എന്ന് പറയുന്നത് 4 ഗ്രാമും വരും. അതാണ് N50 5G. അതുകൂടാതെ തന്നെ N100 5G. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പത്രി ലഭിക്കുന്നത്. 5 മുതൽ 10 ഗ്രാം വരെ വരുന്നുണ്ട്. എന്നാലും ആവറേജ് വരുമ്പോൾ 5 ഗ്രാം വരെ 5-6 ഗ്രാം വരെ നമുക്ക് പത്രി ലഭിക്കും. അത് N100 5G. താരതമ്യേന കായ്ക്ക് വലിപ്പം കുറവായിരിക്കും. ആ ഇനത്തിൽപ്പെട്ട തൈകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഗുണനിലവാരമുള്ള ഐറ്റംസ് ജാതികൾ നമ്മൾ എല്ലാ വർഷവും പുതിയ പുതിയ ഇനങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനുസരിച്ച് നമ്മുടെ ഉൽപ്പാദനം നഴ്സറിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയും കർഷകർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ അതിന് ഊന്നൽ നൽകുന്നത്. N80 N80 ഇനത്തിൽപ്പെട്ട തൈകളാണ്, ജാതി തൈകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം തൈകൾ നമുക്ക് ഒരാൾ മുകളിൽ പൊക്കമുണ്ട്. ഇത്തരം തൈകൾ നമുക്ക് ആവശ്യക്കാർക്ക് കേരളത്തിലെവിടെയും ഡെലിവറി ചെയ്യാൻ പറ്റും. അത് നമ്മൾ എല്ലാ മാസവും ഒരു ദിവസം, മാസത്തിൽ ഒന്നാണ് നമ്മൾ സപ്ലൈ ഉള്ളൂ എല്ലാ ഏരിയയിലേക്കും. തിരുവനന്തപുരം മുതൽ നമ്മൾ കാസർഗോഡ് വരെ സപ്ലൈ ഉണ്ടായിരിക്കുന്നതാണ്. അത് നമ്മൾ മെയ് മാസം മുതലാണ് സപ്ലൈ തുടങ്ങുന്നത്. മെയ് മാസം മുതൽ നമ്മുടെ സീസൺ, മഴക്കാല സീസൺ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഏതാണ്ട് ഒക്ടോബർ വരെ നമ്മൾ എല്ലാ മാസവും ഒരു പ്രാവശ്യം ഹൈവേകളിൽ സപ്ലൈ കാണുന്നതാണ്. നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരം തൈകൾ നമുക്ക് വളരെ കുറവുള്ളൂ, 10,000 തൈകളെ സ്റ്റോക്ക് ഇരിപ്പുള്ളൂ. ഇത്തരം തൈകൾ നേരത്തെ ബുക്ക് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് എത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് ഈ തൈകൾ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ വർഷം നമ്മൾ അതിനെ കവർ ചെയ്തുകൊണ്ട് എല്ലാ മാസം തന്നെ നമ്മൾ തൈകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമായിട്ടുണ്ട്. എല്ലാ മാസവും ഒരു പ്രാവശ്യം ഓൾ കേരള നമുക്ക് സപ്ലൈ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തൈകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് തൈകൾ നിങ്ങളെ ഹൈവേയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നതാണ്. തൈകൾ ആവശ്യമുള്ളവർ നമ്മൾ വീഡിയോ കാണുന്ന ഈ നമ്പറിൽ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ അത് കരുതി വയ്ക്കുകയോ ചെയ്തിരുന്നാൽ നമുക്ക് മെയ് മാസത്തിൽ നമ്മൾ സപ്ലൈ ഉണ്ടായിരിക്കുന്നു. അതിന് മുമ്പായിട്ട് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുകയും നമ്മൾ ഡെലിവറി എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഹൈവേയിൽ നമ്മുടെ വണ്ടി വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ തൈകൾ കളക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സീഡ് തൈകൾ നടുകയാണെങ്കിൽ നമുക്കൊരു 50% മുതൽ 60% വരെ നമുക്ക് അതിൻ്റെ മാർഫിഷത്തിൻ്റെ അതേ ക്വാളിറ്റി കിട്ടും. ബഡ് തൈകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ 100% മാർഫിഷത്തിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബഡ് തൈയാണ് ഏറ്റവും നമുക്ക് ഇതിൻ്റെ മാർഫിഷത്തിൻ്റെ അതേ ക്വാളിറ്റി കിട്ടണമെങ്കിൽ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബഡ് തൈയാണ്. ഇതാണ് നമ്മൾ ഈ വർഷത്തെ ഹൈലൈറ്റായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന വെറൈറ്റി. ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ DN1 എന്ന വെറൈറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തോട്ടത്തിൽ യാദൃശ്ചികമായിട്ട് കണ്ടെത്തിയ ഒരു ഇനമാണ്. ഇതിൻ്റെ കായ്ക്ക് നമുക്ക് ഒരു കായ്ക്കകത്ത് പരിപ്പ് എന്ന് പറയുന്നത് 400 മുതൽ 500 ഗ്രാം വരെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ സീസണാണ്. ഇപ്പോഴും നിറച്ച് കായ്പിടുത്തമുള്ള ടൈപ്പാണ്. അതുകൂടാതെ കേടുകൾ കുറവുണ്ട്. ഒരു കായ്ക്കകത്തെ പരിപ്പ് ബീൻസിന് വലിപ്പം കൂടുതലുണ്ട്. താരതമ്യേന മറ്റ് കൊക്കയെ അപേക്ഷിച്ച് നല്ല വലിപ്പമുള്ള ബീൻസ് ആയിരിക്കും. കൂടാതെ ഇതിൻ്റെ ഓയിൽ കണ്ടൻറ്റ്, കൊക്കോയുടെ ഓയിൽ കണ്ടൻറ്റ്, അത് ചോക്ലേറ്റിനൊക്കെ എടുക്കുന്നവർക്കറിയാം. അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് വളരെ കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ ചോക്ലേറ്റ് കമ്പനിക്ക് ചോക്ലേറ്റിൻ്റെ ഉപയോഗത്തിന് ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ്. ഈ ഇനം എന്ന് പറയുന്നത് DN1 എന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ മാതൃവൃക്ഷത്തും നമുക്ക് ഇപ്പോൾ തോട്ടത്തിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും, അതിൻ്റെ ഇൻട്രോ ഇടുന്നതായിരിക്കും. ഈ DN1ൻ്റെ മാതൃത്തോട്ടം നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അതിൽ നിന്ന് എടുക്കുന്ന ക്വാളിറ്റിയുള്ള വീട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച തൈകളാണ് നമ്മളിവിടെ സെയിലിന് വരുന്നത്. ഇതിൻ്റെ ബഡ് തൈകളും അതിൻ്റെ വിത്തിട്ട മുളപ്പിച്ച തൈകളും നമ്മുടെ നേഴ്സറിൽ ലഭ്യമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഇത്തരം തൈകൾക്ക് DN1ൻ്റെ തൈകൾക്ക് നമുക്ക് 30 രൂപയാണ്, നമ്മൾ വെറും 30 രൂപയ്ക്കാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. കേരളത്തിൽ എവിടെയും നമുക്ക് ഈ റേറ്റിന് നമുക്ക് സപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ബഡ് തൈ നമുക്ക് വരുന്നത് 150 ആണ്, 150 രൂപ വരുന്നു. നമുക്കിപ്പോൾ 2 വെറൈറ്റിയാണുള്ളത്, DN1ഉം അതുപോലെ തന്നെ മംഗോ വെറൈറ്റിയും. മംഗോ വെറൈറ്റി എന്നുള്ള കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മുടെ ഈ ഇടുക്കിയിലൊക്കെ ഓടുന്ന ഒരു വെറൈറ്റിയാണ്. മംഗോ വെറൈറ്റിയുടെ പ്രത്യേകത നമുക്കറിയാലോ, 1/2 കിലോ വരെ വരുന്നതാണ്. ഒരു കായ്ക്കകത്ത് പരിപ്പ് 1/2 കിലോ വരെ വരുന്നതും അതുപോലെ തന്നെ ഉൽപ്പാദനം കൂടുതലും ഓൾ സീസണായിട്ട് കായ്ക്കുന്നതൊക്കെയാണ്. അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട്, ചോക്ലേറ്റ് കമ്പനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എടുക്കുമ്പോൾ ഔട്ട്പുട്ട് കൂടുതലുള്ള ഒരു ഇനമാണ് നമുക്ക് കൊക്കോയുടെ ഈ മംഗോ വെറൈറ്റി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ നമ്മുടെ ഇടുക്കി ജില്ലയിൽ വ്യാപകമായിട്ടുള്ള കൃഷി ഇതിൻ്റെ തൈകൾ ഉണ്ട്. അതിൻ്റെ ബഡ് തൈകളും അതുപോലെ തന്നെ സീഡിട്ട് മുളപ്പിച്ച തൈകളും നമ്മുടെ നേഴ്സറിൽ ലഭ്യമാണ്. ഈ കാണുന്നത് നമ്മുടെ കുരുമുളക് ഫാമാണ്. ഈ നമുക്ക് നല്ല ആവശ്യക്കാരുള്ള വെറൈറ്റികൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂമ്പങ്കൽ, കൈരളി, അതുപോലെ തന്നെ വിജയ്, ഏറ്റവും ISR ഇറക്കിയിരിക്കുന്ന ചന്ദ്ര ഉൾപ്പെടെ നമുക്ക് നേഴ്സറിൽ ഇപ്പോൾ ലഭ്യമാണ്. തൈകൾ ബുക്കിംഗ് ആണ്. നമുക്ക് തൈകൾ ബുക്കിംഗ് അനുസരിച്ച് നമുക്ക് കേരളത്തിൽ അങ്ങോളങ്ങളും ഹൈവേകളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും.
നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഐറ്റം ഇപ്പോൾ കൂമ്പുങ്കൽ വെറൈറ്റിയാണ്. ആ വെറൈറ്റിയുടെ തൈകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ കുതിരവാലി, അതുപോലെ തന്നെ ചന്ദ്ര, ഈ വെറൈറ്റികളെല്ലാം നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ലഭ്യമാണ്. ഈ ഇത്തരം തൈകൾ രോഗപ്രതിരോധശേഷി കൂടുതലും ഏറ്റവും പെട്ടെന്ന് ആദായം തരുന്ന ഇനമാണ്. 1 വർഷം മുതൽ 1.5 വർഷം ആകുമ്പോൾ മുതൽ നമുക്ക് കായ്ച്ചു തുടങ്ങുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധശേഷി ഏറ്റവും കൂടുതലുണ്ട്. രോഗപ്രതിരോധം കൂടിയതുകൊണ്ട് കർഷകർക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഇനമാണ് നമ്മുടെ ഈ കൂമ്പുങ്കൽ പേപ്പർ. അതുപോലെ തന്നെ ചന്ദ്ര, അതുപോലെ തന്നെ വിജയ്, കൈരളി മുതലായവ. ഇത്തരം തൈകൾ നമുക്കിപ്പോൾ ബൾക്കായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് വരുന്നുണ്ട്. ഈ വർഷത്തെ ഒരു പുതിയൊരു ഐറ്റം നാം ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഗ്രാമ്പൂവിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് സാൻസിവാർ. സാൻസിവാർ എന്ന രാജ്യത്ത് നിന്ന് വന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് 2.5 വർഷം മുതൽ കായ്ച്ചു തുടങ്ങുന്നു. ബുഷായിട്ട് നിൽക്കുന്നു. മറ്റു മരങ്ങൾ വളരെ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഈ ചെടികൾ വളരെ ബുഷായിട്ട് നിൽക്കുകയും നമുക്ക് അതിൻ്റെ ആദായം എടുക്കുന്നതിന് വളരെ എളുപ്പം ആയിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് ബുഷായിട്ട് വളരുന്നതുകൊണ്ടും 2.5 വർഷം കൊണ്ട് കായ്ക്കുന്നു. തൈകൾ നല്ല ദ്രുതഗതിയിൽ വളരുന്നു. ചെടിക്ക് നല്ല പ്രതിരോധശേഷിയും കൂടുതലായിരിക്കും. സാൻസിവാറിൻ്റെ വെറൈറ്റികളാണ്. നമുക്ക് വളരെ കുറച്ച് തൈകളേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ അഡ്വാൻസ് കൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് തൈകൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ കുരുമുളകിൻ്റെ ഒരു പോളിയോസാണിത്. നമ്മുടെ കുരുമുളക് തൈകൾ എല്ലാത്തരം തൈകളും ഉൽപ്പാദിപ്പിക്കുന്ന ചേമ്പറാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ നമ്മൾ ഇപ്പോൾ തന്നെ ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് മെയ് മാസത്തിലേക്കാകുമ്പോൾ സപ്ലൈക്ക് തയ്യാറാകുന്നതാണ്. നമ്മുടെ നഴ്സറിയിലെ മദർ പ്ലാന്റിൻ്റെ ശേഖരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വെറൈറ്റികളും നമ്മൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ മദർ പ്ലാന്റായിട്ട് വെച്ച് പിടിപ്പിക്കുകയും അതിൽ നിന്നും ശേഖരിക്കുന്ന കമ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ബഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് പുന്നത്താനം വെറൈറ്റി, അതുപോലെ തന്നെ N80 വെറൈറ്റി, അതുപോലെ തന്നെ ഫാബ്, ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള തൈകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ കമ്പുകൾ ഇതുണ്ടോ ഇങ്ങനെയുള്ള കട്ടിങ്സുകൾ എടുത്താണ് നമ്മൾ ഇതിൻ്റെ മൂലങ്ങളെടുത്താണ് നമ്മൾ ബഡ് ചെയ്യുന്നത്. ഇത് ഫാബ് വെറൈറ്റിയിൽപ്പെട്ടതാണ്. കായുണ്ടായിരുന്നു. ഇതിങ്ങനെ കട്ട് ചെയ്താലാണ് നമുക്ക് സെൻറ്റർ കരുത്തായിട്ട് വളരുള്ളൂ. അതുകൊണ്ട് സൈഡ് ബ്രാഞ്ചുകളെല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാത്തരം വെറൈറ്റികളും കേരളശ്രീ, അതുപോലെ തന്നെ കടുകുമാക്കൽ, കേരളശ്രീ, ഇതൊക്കെ കേരളശ്രീയുടെ വെറൈറ്റികളാണ്. ഇതിൻ്റെ എല്ലാം മദർ പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മളിവിടെ വെച്ച് പിടിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് വരുന്ന നല്ല കരുത്തുള്ള ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ കട്ടിങ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നഴ്സറിയിൽ ബഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാതൃവൃക്ഷത്തിൻ്റെ തോട്ടങ്ങളാണ് ഈ കാണുന്നത്. ഇങ്ങനെയെല്ലാം നമ്മൾ ചെറുതൈകൾ വെച്ച് പിടിപ്പിച്ചിട്ട് എല്ലാ വെറൈറ്റികളും നമുക്ക് കിട്ടുന്ന ഓരോ വെറൈറ്റികളും നമ്മൾ വെച്ച് പിടിപ്പിക്കുകയും അത് നമ്മുടെ ക്വാളിറ്റിയുള്ള തൈകളിലേക്ക് ബഡ് ചെയ്ത് പിടിപ്പിച്ച് നമ്മൾ ക്വാളിറ്റിയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് നമ്മുടെ യഥാർത്ഥമായ ലക്ഷ്യം. നമ്മൾ ഈ വർഷം പരിചയപ്പെടുന്നത് കൊക്കോയുടെ ഒരു പുതിയ വെറൈറ്റിയാണ് DN1. ഈ DN1ൻ്റെ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീളം കായകൾ ഇതുണ്ടോ, ചീരങ്ങളെല്ലാം വളഞ്ഞ കായയുടെ വെയിറ്റ് കൊണ്ട് ചീരങ്ങളെല്ലാം താഴേക്ക് വളഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഏകദേശം പകുതി കായോളം പറിച്ച് കഴിഞ്ഞതാണ് ഇപ്പം നിലവിൽ. ഈ വർഷത്തെ ഈ തവണ ഉണ്ടായ കായൽ പകുതി കായോളം പറിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കായകളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇതെല്ലാം പഴുത്തുകൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ പഴുത്ത് നല്ല വലിപ്പമുള്ള കായകളാണ്. ഇതുണ്ടോ നല്ല വലിപ്പമുള്ള കായകളാണ്. ഇതിൻ്റെ അകത്ത് തൂക്കം ഏകദേശം ഒരു 500 ഗ്രാമൊക്കെ പരിപ്പ് വരുന്നുണ്ട്. ആവറേജ് വരുമ്പോൾ നമുക്ക് 400 ഗ്രാം ഗ്യാരണ്ടിയാണ്. ഇതുണ്ടോ പഴുത്ത കായകൾ. അപ്പോൾ ഈ DN1ൻ്റെ പ്രത്യേകത ഇതുണ്ടോ ഇങ്ങനെ സൈഡിലേക്ക് കുട പോലെ നിൽക്കുന്നു. സൈഡ് ചീരങ്ങളെല്ലാം താന്ന് താഴേക്ക് വലിഞ്ഞ് നിൽക്കുന്നു. വളരെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉയരത്തിൽ വളരാതെ ഡാർഫായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് DN1. ഇതിൻ്റെ കൊക്കോയുടെ ബീൻസ് നമുക്കൊരു കാ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ബീൻസിൻ്റെ ടിക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ പ്രതിരോധശേഷി കുറവുണ്ട്. ഉൽപ്പാദനമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കാണിക്കുന്നത്. നല്ല ഉൽപ്പാദനം കണ്ടോ, കാകൾ കിടക്കുന്നുണ്ടോ, നല്ല ചെടികൾ, നല്ല ഉൽപ്പാദനമാണ്. ഈ വർഷത്തെ പകുതി നമുക്ക് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കായാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തു നിന്നൊരു കാ പറിച്ച് നമുക്ക് ഇതിൻ്റെ തൂക്കവും വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കാം. ഇതൊരു ആവറേജ് കായാണ്. എന്നാലും നമുക്ക് പറിച്ച് അതിൻ്റെ പൊട്ടിച്ച് അതിൻ്റെ തൊണ്ട് കെട്ടി അതിൻ്റെ കായ്ക്കാത്ത പരിപ്പ് ഒക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഉണ്ടോ സിമ്പിളായിട്ട് പൊട്ടുന്നു. നല്ല തിക്കായിട്ട് പരിപ്പാണ്. നല്ല വലിപ്പമുള്ള ബീൻസ് കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ട് തിക്കായിട്ടുള്ള തൊണ്ട് കെട്ടി കുറവുണ്ട്, വളരെ കുറവാണ്. തൊണ്ട് കെട്ടി വളരെ കുറവ്. അതുപോലെ തന്നെ തിക്കായിട്ടുള്ള ബീൻസ് ഏകദേശം ഇതൊരു 350 ഗ്രാമൊക്കെ വരുന്നുണ്ട്. ഒരു മീഡിയം ടൈപ്പ് കായാണ് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. ആവറേജ് വരുമ്പോൾ നമുക്ക് 350-400 ഗ്രാം വരെ പരിപ്പ് വരുന്നുണ്ടെന്നാണ് ഈ DN1ൻ്റെ പ്രത്യേകത. ഇതുണ്ട് ഈ മരത്തിൻ്റെ ഷേപ്പ് ഉണ്ട്. നമുക്ക് കൂടുതൽ തഴച്ച് വളരുന്നില്ല, കുറഞ്ഞ ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡാർഫായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ് DN1. അപ്പോൾ ഇത്തരം ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥലം ആവശ്യമില്ല, തഴച്ച് വളരുകയില്ല. ഉള്ള ചെടികളിൽ തിക്കായിട്ട് കാപിടുത്തം ഉണ്ടാകുന്നു. അപ്പോൾ കുറഞ്ഞ ഏരിയയിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ഇനമാണ് നമുക്ക്. അതുപോലെ തന്നെ കായ്ക്കാത്ത പരിപ്പ് നമുക്ക് 400 ഗ്രാം വരുന്നു. അതുപോലെ തന്നെ ഓൾ സീസണാണ്. എപ്പോഴും നനച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ കായ ഉണ്ടാകുന്ന ഒരു ഇനമാണ് DN1. DN1ൻ്റെ വിത്ത് മുളപ്പിച്ച കായ്ച്ചു നിൽക്കുന്നതാണിത്.
മാതൃവൃക്ഷത്തിൻ്റെ അതേ കായ്ക്കൊക്കെ ഷേപ്പും കാര്യങ്ങളുണ്ട്. മൂത്ത് വന്നിട്ടില്ല, എന്നാലും മാതൃവൃക്ഷത്തിൻ്റെ കായയുടെ അതേ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ ക്വാളിറ്റി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിത്ത് മുളപ്പിച്ച കായൽ ഏകദേശം ഒരു 60-70% വരെ നമുക്ക് മാതൃവൃക്ഷത്തിൻ്റെ അതേ ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ പയ്യാനി മരത്തിൽ കുരുമുളക് കയറ്റി വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. 2 വർഷമായ ചെടിയാണ്. ഇതുണ്ടോ, പയ്യാനി മരം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. കുരുമുളകിന് ഏത് കാറ്റും ഉണ്ടായാലും നമുക്ക് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് പന്നിയൂർ മണ്ണാണ് കയറ്റി വിട്ടിരിക്കുന്നത്. 2ാം വർഷം ചെടിയാണ്. തൈ നട്ട് വലുതായത് ഇപ്പോൾ ഏകദേശം ഒരു 15 അടിയോളം ഹൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു 20 അടി ഹൈറ്റിന് വട്ടം മുറിക്കാവുന്നതാണ്. അപ്പോൾ പയ്യാനിയിൽ കൊടിക്കൃഷി പറ്റില്ല എന്ന് ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് കണ്ടോ, ലാഭകരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. തിക്കായിട്ട് തന്നെ അട്ടക്കാർ ശരിക്കും പിടിച്ച് കയറുന്നുണ്ട്. പിന്നെ പയ്യാനിയുടെ ശിഖരങ്ങളെല്ലാം നമുക്ക് ചുവട്ടിലേക്ക് വെട്ടിക്കൂട്ടി അതിന് വളമാവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്ലസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പയ്യാനിയുടെ ചവറുകൾ ഇതിന് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അട്ടക്കാർ ശരിക്കും പിടിച്ച് കയറുകയും മരത്തിന് വലിയ കേടില്ലാത്തതുകൊണ്ട് ദീർഘകാലം താങ്ങായിട്ട് ഉപയോഗിക്കാനും പറ്റും പയ്യാനി. ഇതാണ് NAT ഇനത്തിൽപ്പെട്ട ഒരു ജാതി. അതിൻ്റെ മാതൃവൃക്ഷം കായ്ച്ചു കിടക്കുന്നത്. ഇതിൻ്റെ കായകൾ കണ്ടോ, ഇത്തവണ ഇച്ചിരി അധിക കായാണ്. ചിലപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 100 കായ വരെ ആവും. കായ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെടി കായയുടെ വലിപ്പം കുറയും. അപ്പോൾ ഇങ്ങനെ കമ്പുകളെല്ലാം മുട്ട് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ചീരങ്ങളിങ്ങനെ വളഞ്ഞു വന്നതുകൊണ്ട് നിറച്ച് കാവെടുത്താണ്. ഇത്തവണ 80 എന്നുള്ള ചിലപ്പോൾ ഒരു 100 കാ വേണ്ടി വരും 1 കിലോയ്ക്ക്. പത്രി ഒരു 3 എന്നുള്ള അതും തരമേനെ കുറവ് വരും ഈ എണ്ണം കൂടുമ്പോൾ. അപ്പോൾ അങ്ങനെ തിക്കായിട്ട് വളരെ മനോഹരമായ രീതിയിൽ കാച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. NAT ഇനത്തിൽപ്പെട്ട മാതൃവൃക്ഷമാണ് ഈ കാണുന്നത്. ഇതാണ് മലവേപ്പ്. സോഫ്റ്റ് വുഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരമാണ്. പ്ലൈവുഡിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ തടി പെട്ടെന്ന് വളരുന്നതുകൊണ്ട് വളരെ ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. 5-6 വർഷം കൊണ്ട് തന്നെ 50-60 ഇഞ്ച് വണ്ണമാകും. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം നട്ട ചെടിയാണ്. ഏതാണ്ട് 20 അടിയോളം ഹൈറ്റ് ആയിട്ടുണ്ട്. ഇത് കുരുമുളകിന് താങ്ങുമരമായിട്ടും ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട്. ഈ മലവേപ്പ് തയ്യ ഇത് 2 വർഷം പ്രായമായ കുരുമുളക് തയ്യൽ അത് ചീമ കിട്ടുന്നതായിരുന്നു. പക്ഷേ അത് ശോഷിച്ച് പോയതുകൊണ്ട് നമ്മൾ മലവേപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. മലവേപ്പ് കണ്ടോ, കഴിഞ്ഞ വർഷം ഇട്ട ചെടി ഹൈറ്റ് നല്ല ഏതാണ്ട് 20 അടിയോളം ഹൈറ്റ് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പകർത്തിയാൽ മതി. അപ്പം താങ്ങുമരമായിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു മരമാണ് മലവേപ്പ്. അതുപോലെ തന്നെ പയ്യാനി. ഇതിൻ്റെ തൈകൾ നമുക്ക് നേഴ്സറിയിൽ യഥേഷ്ടം ലഭ്യമാണ്.